നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വീട്ടില് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് പൊങ്കാലയിടാൻ സാധിക്കണമെന്നില്ല. സമയം, സാഹചര്യം, ആരോഗ്യം ഇതൊക്കെ ചിലർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ പൊങ്കാല ഇട്ടാല് അത് സെയിം ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമായി തീരും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആ ഒരു തിരുമേനിമാർ തന്നെ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ വീടിന്റെ മുന്നില്, നിങ്ങളുടെ വീടിന്റെ തിരുമുന്നില്, നിങ്ങളുടെ മണ്ണില് പൊങ്കാലയിട്ട് ഭഗവതി അവിടെ വന്ന് അനുഗ്രഹിക്കും എന്നുള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ മണ്ണാണ്. അതില് നിങ്ങൾ താമസിക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹമാർന്ന ആ മണ്ണില് ഭഗവതി വരും. നിങ്ങളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് അമ്മ മടങ്ങുകയും ചെയ്യുന്നതാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വീട്ടില് പൊങ്കാലയിടുന്നത് എങ്ങനെയാണ്. കൃത്യമായിട്ട് ഭഗവതിയുടെ അനുഗ്രഹം ഒട്ടും ചോർന്നു പോകാതെ അമ്പലത്തിൽ പോയിട്ട് ഇടുന്നവർക്ക് കിട്ടുന്ന അതേ തത്തുല്യ ഫലം കിട്ടുന്ന രീതിയിൽ വീട്ടില് പൊങ്കാലയിടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് പൊങ്കാലയിടുന്നവർക്ക് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യം വ്രതം നിൽക്കണം എന്നുള്ളതാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. വ്രതം നിൽക്കുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ വ്രതം എടുക്കുന്നവരുണ്ട്. 23-ാം തീയതി തൊട്ട് വ്രതം നിൽക്കുന്നവരുണ്ട്. ഇത് പറ്റിയില്ലെങ്കിൽ തലേ ദിവസം വ്രതം നിന്നാലും മതിയാകും. തലേ ദിവസം എന്ന് പറഞ്ഞാൽ മാർച്ച് 3 ചൊവ്വാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച മാർച്ച് 1-ാം തീയതി രാത്രിയോടുകൂടി, അതായത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ നിങ്ങൾ ആഹാര കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ രീതിയിലും എന്ന് വെച്ചാൽ മത്സ്യമാംസാദികള്, ലഹരി പദാർത്ഥങ്ങൾ ഒക്കെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ലൗകിക കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഈശ്വര ഭജനത്തോടുകൂടി, ഭഗവതി ഭജനത്തോടുകൂടി 1-ാം തീയതി ഞായറാഴ്ച രാത്രി ഇന്ന് കഴിയുന്നതോടുകൂടി വ്രതത്തിലേക്ക് പ്രവേശിക്കുക. 2-ാം തീയതി, അതായത് പൊങ്കാലയുടെ തലേ ദിവസം നാളെ പൂർണ്ണമായിട്ടും വ്രതശുദ്ധിയോടുകൂടി മനസ്സിനും ശരീരത്തിനും അതുപോലെ തന്നെ ഭഗവതി ചിന്തകളിൽ മുഴുകുകയും 2-ാം തീയതി മുതൽ വ്രതം പാലിക്കുകയും വേണം എന്നുള്ളതാണ്. അങ്ങനെ വ്രതം പാലിച്ചുകൊണ്ട് 2-ാം തീയതി പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി ലഘുവായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് വീടിനടുത്ത് ഏതെങ്കിലും അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൊഴാൻ പറ്റുമെങ്കിൽ പോയി തൊഴുത്, അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വെച്ച് തന്നെ ആറ്റുകാൽ അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ച് പൊങ്കാലയിടാൻ അമ്മയോടൊന്ന് അനുവാദമൊക്കെ ചോദിച്ചിട്ട് ഐശ്വര്യമായിട്ട് 2-ാം തീയതി സമാധാനമായിട്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പൊങ്കാലയിടാനായിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ദിവസമാണ് പൊങ്കാല. 3-ാം തീയതി എന്ന് പറയുന്നത് ആ പൊങ്കാല ദിവസത്തിന് മുൻപ് വീട്ടിൽ പൊങ്കാല ഇടുന്നവര് നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി, ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി മുറ്റമൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി ഇടുക എന്നതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതായത് 3-ാം തീയതിയാണ് പൊങ്കാല വരുന്നത്. 2-ാം തീയതി തന്നെ നാളെ തന്നെ ഈ കാര്യങ്ങളൊക്കെയും ശരിയാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു നല്ല പാത്രത്തില് കുറച്ച് ജലമെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, മഞ്ഞൾ വെള്ളമുണ്ടല്ലോ, ആ മഞ്ഞൾ വെള്ളം കൊണ്ടുവന്ന് പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മുറ്റത്തിന്റെ ആ ഒരു ഭാഗത്തായിരിക്കുമല്ലോ നമ്മൾ പൊങ്കാല ഇടുന്നത്. ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തളിച്ച് വൃത്തിയാക്കണം. ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. അവിടെയുള്ള നെഗറ്റീവ് എനർജികളൊക്കെ ഇല്ലാതാക്കാനാണ് നമ്മളിങ്ങനെ മഞ്ഞൾ വെള്ളം തളിക്കുന്നത്. ശുദ്ധി വരുത്താനാണ് മഞ്ഞൾ വെള്ളം തളിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിന്റെ ഭാഗത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം. എല്ലാ മൂദേവിയും അതിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും. മഹാലക്ഷ്മി കുടിയിരിക്കുമെന്നാണ് പറയുന്നത്. ഭഗവതിയെ സ്വീകരിക്കാനായിട്ട് ആ മണ്ണ് ഒരുങ്ങുന്നു എന്നതാണ് ഈ പറഞ്ഞതിനർത്ഥം. പൊങ്കാലയിടുന്നവര് ഒന്നുകിൽ 2-ാം തീയതി തന്നെ ചെയ്യാം, അല്ലെങ്കിൽ 3-ാം തീയതി പൊങ്കാലയിടുന്നതിന് മുൻപ് രാവിലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യാം. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് പൊങ്കാലയിടുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ, അതായത് വ്രതം പിടിച്ച് അവിടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ പൊങ്കാല ഇടാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. സാധനങ്ങൾ വാങ്ങുക, അതുകൊണ്ട് വന്നിട്ട് കൃത്യമായിട്ട് പൊങ്കാലയ്ക്ക് അടുപ്പ് സെറ്റ് ചെയ്ത് വയ്ക്കുക, പൊങ്കാലയ്ക്ക് തീ പകരാനായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കലമാണ്. മൺകലം തന്നെ വേണം. വീട്ടിലെ മറ്റു പാത്രങ്ങളിലും അതിലൊന്നും പോയിട്ട് പൊങ്കാല ഇടാൻ പറ്റത്തില്ല. ഇനി മൺകലം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ സ്റ്റീലിന്റെ പുതിയ ഒരു കലം തന്നെ വാങ്ങിക്കുക. പഴയ കലങ്ങൾ ഉപയോഗിക്കരുത്. മൺകലം തന്നെ ഇതിനു വേണ്ടി വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പുതിയ കലവും നിർബന്ധമാണ്. അതുപോലെ തന്നെ കട്ട വാങ്ങണം. കട്ട എന്ന് പറയുന്നത് ഇഷ്ടിക.
3 കട്ടയായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ 6 കട്ടയായിട്ട് വയ്ക്കാം. എന്താണ് 6 കട്ട എന്ന് പറയുന്നത്? 2 2 2 എന്നുള്ള രീതിയിൽ വയ്ക്കാം. ചില ആളുകൾക്ക് ഈ ഒരു പാത്രം വയ്ക്കുന്ന സമയത്ത് ഓരോന്ന് വയ്ക്കുമ്പോൾ അതൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 2 വീതം വയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, അപ്പോൾ എല്ലാവർക്കും പൊങ്കാല വയ്ക്കാമോ, പൊങ്കാല അടുപ്പ് വയ്ക്കാമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയ്ക്കാം. നിങ്ങളുടെ വീട്ടിൽ എത്ര സ്ത്രീകൾക്ക് പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ടോ അത്രയും അടുപ്പുകൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വയ്ക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പൊങ്കാല അടുപ്പ് വയ്ക്കാനായിട്ട്. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത്, ആ ഒരു പൊങ്കാല ഇടാനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കി നിൽക്കേണ്ടത് കിഴക്ക് ഭാഗത്തേക്കാണ്. കിഴക്കോട്ട് മുഖം തിരിഞ്ഞു വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. ഇപ്പൊ പല ആളുകളും പറയും വീടിന്റെ ദർശനം മറ്റു ദിക്കിലേക്കാണ്, ചിലപ്പോ തെക്ക് ദിക്കിലേക്കാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കിലേക്കാണ് വീടിന്റെ ദർശനം, അപ്പൊ ഞാൻ ആ ഭാഗത്തേക്കാണോ പൊങ്കാല ഇടേണ്ടത് എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങളുടെ വീടിന്റെ ദിശ ഏത് ഭാഗത്തേക്കായാലും നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പൊങ്കാല ഇടാനായിട്ട്. ഇനി അടുപ്പായി നമ്മൾ ഈ ഇഷ്ടിക വാങ്ങിച്ച് അടുപ്പ് കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് അതിൽ തീ പകരാൻ ആവശ്യത്തിനുള്ള വസ്തുക്കളാണ് വേണ്ടത്. തെങ്ങിന്റെ ഭാഗങ്ങളായിട്ടുള്ള ചൂട്ട്, കൊതുമ്പ് പോലുള്ള വസ്തുക്കളാണ് സാധാരണയായിട്ട് നമ്മൾ പൊങ്കാല അടുപ്പിലേക്ക് ഉപയോഗിക്കുന്നത്. തീ പകരാനായിട്ട് അത് തന്നെയാണ് ഏറ്റവും നല്ലതും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒതുക്കി വയ്ക്കുക. ശേഷം വേണ്ടത് ഗണപതി ഒരുക്കിന് വേണ്ട സാധനങ്ങളാണ്. ആ കാര്യങ്ങളും പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കുക. ഒരു വാഴയില വേണം. വാഴയിലയിലാണ് നമ്മൾ ഗണപതി ഒരുക്കിന്റെ സാധനങ്ങൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു നിവേദ്യം, പൊങ്കാല ആയിക്കഴിഞ്ഞാൽ ആ ഒരു നിവേദ്യം സമർപ്പിക്കാനായിട്ടും ഒരു വാഴയില ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നല്ല ഒരു നിലവിളക്കും വേണം. നിലവിളക്ക് നമ്മൾ അതിന് മുന്നിലായിട്ട് തെളിയിച്ചു വയ്ക്കണം. മൺകലം നമുക്ക് രാവിലെ തന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വയ്ക്കാം. ശേഷം അത് ചിലപ്പോൾ വെള്ളം കുറച്ച് കുടിക്കുമല്ലോ മൺകലം, അപ്പൊ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാം. ശേഷം ആ ഒരു മൺകലം നിങ്ങൾക്ക് അലങ്കരിക്കണം എന്നുണ്ടെങ്കിൽ പൂവും മഞ്ഞളും ഒക്കെ ചേർത്ത് അലങ്കരിക്കാവുന്നതാണ്. ഒരു സിന്ദൂര പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാം നമ്മുടെ കലത്തിന്. നിങ്ങൾ തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം നമ്മൾ അടുപ്പ് തയ്യാറാക്കാനും അതുപോലെ തന്നെ കലം അലങ്കരിക്കാനും ഗണപതി ഒരുക്ക് വയ്ക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പ് വയ്ക്കുന്ന സമയത്ത്, ആദ്യത്തെ കല്ല് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓം ഗം ഗണപതിയെ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വയ്ക്കാനായിട്ട്. രണ്ടാമത്തെ കല്ല് വയ്ക്കുന്ന സമയത്ത്, രണ്ടാമത്തെ ഇഷ്ടിക വയ്ക്കുന്ന സമയത്ത് വീണ്ടും ഓം ഗം ഗണപതിയെ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടിക വയ്ക്കുക. അങ്ങനെ മൂന്നാമത്തേത് വയ്ക്കുന്ന സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു അടുപ്പൊക്കെ വയ്ക്കേണ്ട ആ ഒരു രീതിയെ കുറിച്ച് പറയാം. അടുപ്പിന്റെ വലതുഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാകം ചെയ്യുന്ന രീതിയിൽ, പൊങ്കാല വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ വലതുഭാഗത്തായിട്ട് നല്ല ഒരു തൂശനില വെട്ടിയിട്ട് ആ തൂശനിലയിൽ ഐശ്വര്യമായിട്ട് ഗണപതി ഒരുക്ക് വയ്ക്കണം. നിലവിളക്കും തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ തീർത്ഥജലവും വയ്ക്കണം. മറ്റെന്തെങ്കിലും നമ്മൾ സുഗന്ധ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഐശ്വര്യമായിട്ട് വയ്ക്കുക. ഒരു കരിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കരിക്കും ആ ഇലയിൽ തന്നെ മറിഞ്ഞു പോകാത്ത രീതിയിൽ ഐശ്വര്യമായിട്ട് വയ്ക്കുക. കരിക്ക് വയ്ക്കണമെന്ന് നിർബന്ധമില്ല, ഇല്ലാത്തവർക്ക് തേങ്ങ വെച്ചാലും മതി. തേങ്ങ വയ്ക്കുന്നതും ഉചിതം തന്നെയാണ്. ആ ഒരു ഗണപതി ഒരുക്കിന്റെ കൂടിയാണ് നമ്മൾ വയ്ക്കേണ്ടത്. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മൺകലം നമ്മൾ അടുപ്പിന് മുകളിലേക്ക് വയ്ക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഭദ്രദീപമാണ് നമ്മൾ തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. 9:45 മുഹൂർത്തമായിട്ട് പറയുന്നത്. ആ ഒരു 9:45 ആകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു മുഹൂർത്തം നോക്കി വെച്ചോ. 9:45 ഐശ്വര്യമായിട്ട് ആ 5 തിരി നിലവിളക്കുണ്ടല്ലോ ഒരുക്കി വെച്ചിരിക്കുന്നത്, ആ നിലവിളക്കിലേക്ക് നോക്കി അമ്മയോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്താഗ്രഹമാണോ നിങ്ങൾ ഈ ഒരു പൊങ്കാലയിൽ നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പൊങ്കാലയിലൂടെ അമ്മ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം നൽകണമെന്നാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. ആ ഒരു സമയത്തിന് ശേഷം നിങ്ങൾ പിന്നെ വീടിന് അകത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി നിൽക്കാനോ ഒന്നും പാടില്ല. നിങ്ങളുടെ ആ ഒരു അടുപ്പിന് മുന്നിലായിട്ട് അവിടെ ഇരിക്കുക. ശേഷം നിങ്ങൾക്ക് ടിവിയോ ഫോണിലോ ആ ഒരു പണ്ടാര അടുപ്പിൽ, ആറ്റുകാൽ ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിലാണ് ആദ്യം തീ പകരുന്നത്. ആ ഒരു സമയം നോക്കി ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുപ്പിലേക്ക് തീ പകരാവുന്നതാണ്. അതിനായിട്ട് നിലവിളക്കിൽ നിന്നും ഒരു കർപ്പൂരത്തിലേക്ക് തീ പകർന്നുകൊണ്ട് ആ ഒരു കർപ്പൂരം വേണം നമ്മുടെ അടുപ്പിലേക്ക് ആദ്യമായിട്ട് വയ്ക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നമുക്ക് പൊങ്കാല ആരംഭിക്കാവുന്നതാണ്. വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അരി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 3 തവണ ഒരു പിടി അരി, വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഒരു പിടി അരി നന്നായിട്ട് കഴുകിയൊക്കെ വയ്ക്കേണ്ടതാണ്.
ശേഷം ഒരു പിടി അരി കയ്യിലെടുത്ത് ആ ഒരു കലത്തിന് 3 വട്ടം ചുറ്റി അമ്മേ മഹാമായെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആറ്റുകാൽ അമ്മയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആറ്റുകാൽ അമ്മയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു അരി 3 തവണ കലത്തിലൊഴിഞ്ഞ് കലത്തിലേക്ക് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ 3 തവണ ചെയ്യുക. നമ്മൾ എത്ര തവണയാണോ, എത്ര അരിയാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, അത് തീരുന്നത് വരെ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റുകാൽ അമ്മയെ രക്ഷിക്കണമേ, ഓം ആറ്റുകാൽ അമ്മയെ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ശേഷം നമ്മുടെ പൊങ്കാല തിളച്ചു തൂവിക്കഴിഞ്ഞാൽ ആ ഒരു തിളച്ചു തൂവുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു പൊങ്കാല നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിവേദ്യം അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ടിവിയിലോ ഫോണിലോ നിവേദ്യത്തിന്റെ സമയം കാണിക്കും. ആ ഒരു സമയത്ത് ഒരു ഇലയിൽ നമുക്ക് ആ നിവേദ്യം ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് വയ്ക്കാവുന്നതാണ്. ശേഷം ഒരല്പം ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കിണ്ടിയിലെ ജലം തന്നെ, തീർത്ഥജലം തന്നെ അതിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, അതിലേക്കൊന്ന് തളിച്ചുകൊണ്ട് ആ പ്രസാദം വീട്ടിലുള്ള മറ്റുള്ളവർക്കും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ അമ്മ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഇടുന്ന അതേ ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോയിട്ട് ഇടാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് വീട്ടിൽ അമ്മയെ ക്ഷണിച്ചുകൊണ്ട്, അമ്മയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ പൊങ്കാല സമർപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. ആറ്റുകാൽ അമ്മയിൽ, ഈ പൊങ്കാലയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഓം ആറ്റുകാൽ അമ്മയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.